ഹു കെയേഴ്സ് അതാണ് ആറ്റിറ്റ്യൂഡ്. അതാണ് നമ്മൾ കേസായിട്ട് മുന്നോട്ട് പോയാലും സംഘടനയിൽ മുന്നോട്ട് പോയാലും ഒരു സ്ത്രീകൾക്ക് നീതിയില്ല. അതാണ് എന്റെ വിഷയം. തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചിട്ടും അവരെന്റെ പേര് നിമിഷം വരെ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഞാനും അത് കണ്ട ഒരാളെന്ന നിലയിൽ മനസ്സിലാക്കുന്നത്. രാഹുൽ സമീപിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളുടെ അടുത്തും നീ മാത്രം ഉള്ളൂ എന്നുള്ള രീതിയിലാണ് അയാളെ പറഞ്ഞിരിക്കുന്നത്. എന്റെ യുദ്ധം എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ളതല്ല, തെറ്റായ സമൂഹത്തിൽ നടക്കുന്ന തെറ്റായ പ്രവണതകളോടുള്ളതാണ്. രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണം എന്ന് മാത്രമാണ് എൻ്റെ വിഷയം. എന്തുകൊണ്ട് പാർട്ടി രാഹുലിനെ തിരുത്തിയില്ല? ഞാൻ ഇനിയും ആ പേര് പറയുന്നില്ല, പക്ഷേ എന്നെ വീണ്ടും പ്രകോപിപ്പിച്ചാൽ ആ പേര് പറയുമെന്നാണ് ഇനി പറയുന്നത്. അവിടെ മാത്രം എനിക്കിതൊരു ഭീഷണിയായി മാത്രം എനിക്ക് തോന്നി. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി ഇപ്പോൾ MLA സ്ഥാനം വരെ എത്തി നിൽക്കുന്നു. അപ്പം 3 വർഷം കൊണ്ട് എത്തിയ പരാതി എന്തുകൊണ്ട് അവിടെ പരിശോധിച്ചില്ല? നിർബന്ധിച്ചാണ് രാഹുൽ ഗർഭചിത്രം നടത്തിയതെങ്കിൽ അത് ജീവപര്യന്തം വരെ തടവ് ലഭിക്കാനുള്ള വകുപ്പാണ്. ഇത്ര അധികം ലൈംഗിക ദാരിദ്ര്യമാണോ ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. ഇനി എന്ത് വിശ്വസിച്ച് ഈ നേതാവിനെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റും? എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഇത്തരത്തിലുള്ള കാമകേളികളുണ്ട്. വല വീശിയിരിക്കുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഉള്ള വീരന്മാരുണ്ട്. പൂച്ചക്കുട്ടിയെ നമ്മൾ മറക്കില്ല. AK ശശീന്ദ്രനുണ്ട്. മാങ്കൂട്ടൽ മാത്രമല്ല, ഇത്തരം എല്ലാ നേതാക്കന്മാരുടെയും ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് കുട്ടിക്ക് ജീവിക്കാനുള്ള അവകാശം പോലെ തന്നെയാണ് അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള കുട്ടിക്കും ജീവിക്കാനുള്ള അവകാശം. ആ ഒരു അവകാശം നിഷേധിക്കുകയാണ് ചെയ്തത്.